2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടനടി പുറത്തിറക്കുവാൻ തയ്യാറെടുക്കുകയാണ് BJP. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് BJP ഐക്യകണ്ഠമായി 30 നിയോജക മണ്ഡലങ്ങളിലേക്ക്, അവർ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന 30 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞുവെന്നും അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പരിഗണനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. BJPയുടെ പാർലമെന്ററി ബോർഡ് ചേർന്നായിരിക്കും ഔപചാരികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് പുറത്തു വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ BJP തങ്ങൾക്ക് ഏറ്റവും വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന 5 നിയോജക മണ്ഡലങ്ങൾ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കുന്നത് എന്ന കാര്യമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ 5 നിയോജക മണ്ഡലങ്ങളിലും ഒറ്റ പേര് മാത്രമേ BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ പരിഗണനയ്ക്കായി സംസ്ഥാന നേതൃത്വം അയച്ചിട്ടുമുള്ളൂ. ഇത്തരത്തിൽ BJP കേരളത്തിൽ ഏറ്റവും അധികം വിജയപ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലെ നേമം നിയോജക മണ്ഡലമാണ്. നമുക്കറിയാവുന്നതുപോലെ 2016 കേരളത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു കയറുന്നത്. BJPയുടെ മുതിർന്ന നേതാവായിരുന്ന O രാജഗോപാൽ അന്ന് നേമത്ത് നിന്ന് 8000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ആദ്യമായി ഓപ്പൺ ചെയ്ത ഈ അക്കൗണ്ട് ഇടതു വലതു മുന്നണികൾ സംയുക്തമായി മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് പൂട്ടിക്കുകയായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുതിർന്ന നേതാവായ കുമ്മനം രാജശേഖരനെ ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടി 3000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയപ്പോൾ അവിടെ നിർണായകമായതും BJPയുടെ പരാജയം ഉറപ്പിച്ചതും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി K മുരളീധരൻ എന്ന മുതിർന്ന നേതാവിൻ്റെ സാന്നിധ്യമായിരുന്നു. എന്നാൽ 2026 നിയമം തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ കളത്തിലിറക്കുവാനാണ് BJP നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരനെ നിയമത്തേക്ക് മത്സരിപ്പിക്കുവാൻ BJP നിയോഗിച്ചിരിക്കുന്നത്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ മത്സരത്തിനിറങ്ങിയപ്പോൾ 15,000-ഓളം വോട്ടുകളുടെ ലീഡാണ് നേമം നിയോജക മണ്ഡലത്തിൽ നിന്ന് BJPക്ക് നേടുവാൻ കഴിഞ്ഞത്. അതിനാൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ മത്സരത്തിനിറങ്ങിയാൽ നേമത്ത് BJP വിജയം ഉറപ്പാണെന്നും താമര വീണ്ടും വിരിയുന്നത് നേമത്ത് തന്നെയായിരിക്കുമെന്നുമാണ് BJP കേന്ദ്രങ്ങൾ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരിന് കേന്ദ്ര നേതൃത്വം അംഗീകാരം നൽകുക എന്ന ഔപചാരികത മാത്രമേ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇനി പുറത്തു വരുവാനുള്ളൂ. 2026 BJP ഏറ്റവും അധികം വിജയപ്രതീക്ഷ അർപ്പിക്കുന്ന മറ്റൊരു നിയോജക മണ്ഡലവും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. കഴക്കൂട്ടം നിയോജക മണ്ഡലമാണിത്. ഈ നിയോജക മണ്ഡലത്തിലെ ഇപ്പോഴത്തെ MLA എന്ന് പറയുന്നത് CPM പ്രതിനിധിയും മുൻ ദേവസ്വം മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചു വന്ന 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ UDFനെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് 2-ാം സ്ഥാനത്തെത്തിയത് BJPയുടെ സ്ഥാനാർത്ഥികളാണ്. BJPയുടെ കഴക്കൂട്ടത്തെ ഏറ്റവും മികച്ച പ്രകടനം എന്ന് പറയുന്നത് 2016-ലായിരുന്നു. മുൻ കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ അന്ന് 7000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രനോട് പരാജയപ്പെട്ടത്. പിന്നീട് 2021 തെരഞ്ഞെടുപ്പിൽ BJPയുടെ മത്സരത്തിനിറക്കിയത് സംസ്ഥാനത്തെ അവരുടെ ഏറ്റവും ജനകീയ നേതാവായിരുന്ന ശോഭാ സുരേന്ദ്രനെയായിരുന്നു. 20,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും BJPയുടെ 2-ാം സ്ഥാനം നിലനിർത്തുവാൻ ശോഭാ സുരേന്ദ്രനും സാധിച്ചു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരള രാഷ്ട്രീയത്തിൻ്റെ അന്തരീക്ഷവും പരിഗണിക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രന് ഒരു വില്ലൻ പരിവേഷമാണുള്ളത്. ലൈംഗിക ആരോപണം മുതൽ നിരവധി ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന അദ്ദേഹം ഇപ്പോൾ പ്രധാന വില്ലനായി നിൽക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിലാണ്. സർക്കാരിൻ്റെ സംരക്ഷണവും രാഷ്ട്രീയ സംരക്ഷണവും ലഭിക്കുന്നതിനാൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റ് എന്ന സാഹചര്യം ഒഴിവായിട്ടുണ്ടെങ്കിൽ കൂടിയും ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്തതിൽ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിക്കുണ്ടായിരുന്ന പങ്കിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വ്യക്തമായ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി V മുരളീധരനെ കളത്തിലിറക്കിയാൽ 2026 കഴക്കൂട്ടത്തും താമര വിരിയിക്കാമെന്ന ആത്മവിശ്വാസമാണ് BJP കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. അതിനാൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ്റെ എതിരാളിയായി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ നിന്ന് BJP കേന്ദ്ര നേതൃത്വത്തിലേക്ക് സംസ്ഥാന നേതൃത്വം ശുപാർശ ചെയ്തിരിക്കുന്ന ഏക പേരും V മുരളീധരൻ്റേത് തന്നെയാണ്. നേമവും കഴക്കൂട്ടവും കഴിഞ്ഞാൽ BJP വിജയിക്കാമെന്ന് ഏറ്റവും അധികം ആത്മവിശ്വാസം വെച്ചു പുലർത്തുന്ന നിയോജക മണ്ഡലം പാലക്കാട് ജില്ലയിലെ പാലക്കാട് നിയോജക മണ്ഡലമാണ്. നമുക്കറിയാം 2016-ലും 2021-ലും പിന്നീട് 2024-ൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് ജില്ലയിലെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ UDF വിജയിച്ചു കയറിയപ്പോഴും 2-ാം സ്ഥാനം നിലനിർത്തിയത് BJP ആയിരുന്നു. 2016-ൽ ശോഭാ സുരേന്ദ്രൻ മത്സരത്തിനിറങ്ങിയപ്പോഴാണ് ആദ്യമായി BJP ഈ നിയോജക മണ്ഡലത്തിൽ 2-ാം സ്ഥാനത്തെത്തിയത്. പിന്നീട് 2021-ൽ E ശ്രീധരൻ അഥവാ മെട്രോമാനെ കളത്തിലിറക്കി പാലക്കാട് BJP ഏറെക്കുറെ വിജയം ഉറപ്പിക്കുകയും ചെയ്തിരുന്നതാണ്.
എന്നാൽ ഷാഫി പറമ്പിൽ തൻ്റെ ജനകീയതയുടെ ആനുകൂല്യത്തിൽ 3000-ൽ പരം വോട്ടുകൾക്കാണ് ഇ ശ്രീധരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അന്ന് നിയമസഭയിലേക്ക് വിജയിച്ചു കയറിയത്. ഷാഫിയുടെ പാർലമെന്റിലേക്കുള്ള പോക്കിനെ തുടർന്ന് 2024-ൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്നാൽ BJPക്ക് കാര്യങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല. പാർട്ടി പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ അന്ന് സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ തൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ സി കൃഷ്ണകുമാറിനെ ഇവിടെ മത്സരത്തിനിറക്കിയതാണ് BJPക്ക് തിരിച്ചടിയായത്. വലിയ തിരിച്ചടിയുണ്ടായെങ്കിൽ കൂടിയും രാഹുൽ മാങ്കൂട്ടം റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയപ്പോഴും ഇടതുപക്ഷത്തെ പിന്തള്ളിക്കൊണ്ട് 2ാം സ്ഥാനം നിലനിർത്തുവാൻ BJPക്ക് ആ ഉപതെരഞ്ഞെടുപ്പിലും സാധിച്ചിരുന്നു. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ MP ആയി തുടരുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്തായ സാഹചര്യത്തിൽ BJP തങ്ങൾക്കിവിടെ വലിയ വിജയസാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. അതിനാൽ തന്നെ തങ്ങളുടെ ഏറ്റവും ജനകീയ മുഖമായ വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രനെ പാലക്കാട് നിന്ന് മത്സരത്തിനിറക്കുവാനാണ് BJP നേതൃത്വം ഈ ഘട്ടത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ വീണ്ടും ഒരിക്കൽ കൂടി പാലക്കാട് മത്സരത്തിനിറങ്ങിയാൽ ഈ ഘട്ടത്തിൽ വിജയം തങ്ങളുടെ കൈപ്പടിയിൽ ഒതുങ്ങും എന്ന ആത്മവിശ്വാസമാണ് BJP കേന്ദ്ര നേതൃത്വത്തോട് സംസ്ഥാന നേതൃത്വം ഈ ഘട്ടത്തിൽ പങ്കുവച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പേരും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഐക്യകണ്ഠേനയാണ് സംസ്ഥാന നേതൃത്വം BJP കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിട്ടുള്ളത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിയമം പോലെ തന്നെ അല്ലെങ്കിൽ നിയമത്തേക്കാൾ മികച്ച പ്രകടനം BJP കാഴ്ചവെച്ചിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം നിയോജക മണ്ഡലം. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ BJP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ കേവലം 86 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടു പോയത്. മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ് അന്ന് സുരേന്ദ്രനെ മലർത്തിയടിച്ച് ഇവിടെ നിന്ന് വിജയിച്ചു കയറിയത്. പിന്നീട് 2021-ലും കേവലം 800 വോട്ടുകൾക്കായിരുന്നു കെ സുരേന്ദ്രൻ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. എന്നാൽ 2026-ൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ സുരേന്ദ്രന് മഞ്ചേശ്വരം BJPക്ക് വേണ്ടി വിജയിച്ചു കയറുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് BJP കേന്ദ്രങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നത്. സുരേന്ദ്രൻ ആദ്യഘട്ടത്തിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുവാൻ വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. എന്നാൽ BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളുടെ നിർബന്ധത്തിന് വിധേയനായ കെ സുരേന്ദ്രൻ ഇപ്പോൾ മഞ്ചേശ്വരത്ത് വീണ്ടും ഒരിക്കൽ കൂടി മത്സരത്തിനിറങ്ങാമെന്ന ആത്മവിശ്വാസമാണ് നേതൃത്വത്തിന് കൈമാറിയിട്ടുള്ളത്. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം 2016-ലും 2021-ലും അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് കാരണമായത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും അതുപോലെ തന്നെ BJPയുടെ പരാജയം ഉറപ്പുവാക്കുവാൻ ഇടതുപക്ഷ വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ലീഗ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ട ഒരു സാഹചര്യവുമാണ്. എന്നാൽ ശക്തമായ പോരാട്ടം ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതിനാൽ ഇത്തവണ അങ്ങനെ ഒരു ക്രോസ് വോട്ടിംഗ് ഉണ്ടാവില്ല എന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തെ മറികടക്കുവാൻ ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ സാധിക്കും എന്ന ആത്മവിശ്വാസവും മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ BJP കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതിനാൽ തന്നെ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഏറ്റവും അധികം വിജയപ്രതീക്ഷയുള്ള 5 നിയോജക മണ്ഡലങ്ങളുടെ പട്ടികയിൽ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലം BJP നേതൃത്വം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കെ സുരേന്ദ്രൻ്റെ പേര് തന്നെയാണ് ഐക്യകണ്ഠമായി അവിടെ നിന്ന് കേന്ദ്ര നേതൃത്വത്തിന് ശുപാർശ ചെയ്തിട്ടുള്ളത്. അവസാനമായി BJP ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ അർപ്പിക്കുന്ന നിയോജക മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ നിയോജക മണ്ഡലമാണ്. നിലവിൽ CPIയുടെ പ്രതിനിധിയായ P ബാലചന്ദ്രനാണ് ഇവിടെ നിന്നുള്ള ഇടതുമുന്നണിയുടെ MLA. എന്നാൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി സുരേഷ് ഗോപി കളത്തിലിറങ്ങിയതോടുകൂടിയാണ് തൃശ്ശൂർ BJPയുടെ A കാറ്റഗറി മണ്ഡലമായത്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുകയും സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരുന്നെങ്കിലും കേവലം 1000-ൽ പരം വോട്ടുകൾക്ക് പത്മജ വേണുഗോപാലിനെ പരാജയപ്പെടുത്തിയ VS സുനിൽകുമാറിനോട് സുരേഷ് ഗോപിക്കുണ്ടായിരുന്ന വോട്ടന്തരം കേവലം 4000-ൽ താഴെ മാത്രമായിരുന്നു. ഈ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 2024-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ BJP കളത്തിലിറക്കിയതും ആദ്യമായി താമര ചിഹ്നത്തിൽ നിന്ന് ഒരു ലോക്സഭാ അംഗത്തെ കേരളത്തിൽ നിന്ന് വിജയിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത്. ക്രൈസ്തവ വോട്ടുകളടക്കം BJPക്ക് പോൾ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് 2024-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായത്. എന്നാൽ 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ BJPക്ക് അത്ര ആശ്വാസകരമല്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എന്നിരുന്നാൽ പോലും കോൺഗ്രസ് ഉൾപ്പെടെ ശക്തരായ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുന്നതിനാൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്നും ഭൂരിപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണവും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയും ഉറപ്പാക്കിയാൽ ഇവിടെ നിന്ന് വിജയിച്ചു കയറാമെന്നുമാണ് BJP കണക്കുകൂട്ടുന്നത്. RSSൻ്റെ ഉൾപ്പെടെ പിന്തുണയുള്ള BJPയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവായ ഇപ്പോഴും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ MT രമേശിനെ തൃശ്ശൂരിൽ നിന്ന് മത്സരിപ്പിക്കുവാനാണ് BJP സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തോട് തൃശ്ശൂരിലേക്കായി ശുപാർശ ചെയ്തിരിക്കുന്നത്.
ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പശ്ചാത്തലത്തിൽ ടി രമേശിനെ പോലെ ക്ലീൻ ഇമേജ് ഉള്ള ഒരു നേതാവിന് തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇതുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ചെറിയ എതിർപ്പ് ടി രമേശിൻ്റെ കാര്യത്തിലുണ്ടെങ്കിലും BJP കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ വാക്കിനാണ് ഇക്കാര്യത്തിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം പോലും BJPക്ക് തൃശ്ശൂരിൽ എത്രമാത്രം ഗുണകരമാകുമെന്ന സംശയവും സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വവുമായി പങ്കുവച്ചിട്ടുമുണ്ട്. അതിനാൽ തന്നെ ടി രമേശിനെ പോലെ പാർട്ടിയുടെ കേഡർ വോട്ടുകൾ ഉറപ്പാക്കുവാൻ കഴിയുന്ന RSSന്റെ ഉറച്ച പിന്തുണയുള്ളൊരു നേതാവിനെ കളത്തിലിറക്കി തൃശ്ശൂരിൽ വിജയം ഉറപ്പിക്കാമെന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഈ 5 നിയോജക മണ്ഡലങ്ങളിലേക്കും ഐക്യകണ്ഠമായി BJP സംസ്ഥാന നേതൃത്വം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളെ കേന്ദ്ര നേതൃത്വവും അതേപടി അംഗീകരിക്കുവാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ ഈ 5 നിയോജക മണ്ഡലങ്ങളിലേതുൾപ്പെടെ BJP വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന 30 A കാറ്റഗറി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ BJP പാർലമെന്ററി ബോർഡ് കൂടി പ്രഖ്യാപിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ രാഷ്ട്രീയ വിശേഷങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.